പുതുക്കാട്, ചെങ്ങാലൂർ, കുണ്ടുകട, വാറ്റപ്പള്ളി പ്രദേശങ്ങളിലുണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. വീടുകളുടെ മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. ഓട് വീണ് വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് മുതൽ കുന്നംകുളം വരെയുള്ള ഭാഗത്തെ റോഡിലെ കുഴികൾ അപകടങ്ങൾക്കിടയാക്കുന്നു. കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയിൽ കുഴിയടയ്ക്കുവാനുള്ള കരാറുകാരന്റെ ശ്രമം നാട്ടുകാർ തടഞ്ഞു. ചിറ്റിലപ്പള്ളി കരിക്ക കോൾപ്പാടത്ത് വെള്ളക്കെട്ടിൽ യുവാവിനെയും കുന്നത്തങ്ങാടി കിഴക്കേ പരക്കാട് പ്രദേശത്തെ വെള്ളക്കെട്ടിൽ വയോധികയെയും മരിച്ച നിലയിൽ കണ്ടെത്തി. തൃക്കൂർ കല്ലൂർ കോട്ടായിൽ മധ്യവയസ്കനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചാവക്കാട് നഗരസഭ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട PMAY ലൈഫ് ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം നഷ്ടപ്പെട്ടില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്. പ്രതിപക്ഷത്തിന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്നും ചെയർപേഴ്സൺ. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പുതുക്കാട്, ചെങ്ങാലൂർ, കുണ്ടുകട, വാറ്റപ്പള്ളി പ്രദേശങ്ങളിലുണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. 4 വീടുകളുടെ മുകളിലും കാറിന് മുകളിലും മരങ്ങൾ കടപുഴകി വീണു. മരങ്ങൾ വീണ് വൈദ്യുതി തൂൺ തകർന്നു. വാഴകൾ ഉൾപ്പെടെ നിരവധി കാർഷിക വിളകൾ കാറ്റിൽ നശിച്ചു. ഞായറാഴ്ച രാവിലെയാണ് സംഭവം. കുണ്ടുകടവ് കോറ്റുകുളം സുരേഷ് കുമാറിന്റെ കാറിന്റെ മുകളിലേക്കാണ് മരം ഒടിഞ്ഞു വീണത്. കാറിന് കേടുപാടുകൾ സംഭവിച്ചു. SN പുരം ഒല്ലൂക്കാരൻ പോൾ, കൊരട്ടിക്കാരൻ അമ്മിണി, ചുള്ളിപ്പറമ്പിൽ മനോജ്, നന്ദിപുരം മൂക്കുപറമ്പിൽ അശോകൻ എന്നിവരുടെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. വടാത്തല വിജയന്റെ വീടിന്റെ മുകളിലേക്ക് കവുങ്ങ് വീണ് ഓട് തെറിച്ച് വിജയന്റെ ഭാര്യ രുക്മിണിയുടെ കാലിന് പരിക്കേറ്റു. ചെങ്ങാലൂരിൽ റോഡിൽ സ്ഥാപിച്ചിരുന്ന ട്രാൻസ്ഫോർമർ ചെരിഞ്ഞു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. KK രാമചന്ദ്രൻ MLA, പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. കനത്ത മഴയിൽ പെരുവലൂർ നമ്പിയത്ത് പുഷ്പാകരന്റെ വീട്ടിലെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. സമീപത്തെ 2 കുടുംബങ്ങളിലുള്ളവർ വെള്ളമെടുക്കുവാൻ എത്തിയ സമയത്താണ് കിണർ ഇടിഞ്ഞു താഴ്ന്നത്. കിണർ തകരുന്നതിന് തൊട്ടുമുൻപായി വലിയ ശബ്ദം കേട്ടതോടെ ഇവർ ഓടി മാറിയതിനാൽ ആളപായം ഒഴിവായി. മുല്ലശ്ശേരി പഞ്ചായത്ത് ജനപ്രതിനിധികൾ സ്ഥലത്തെത്തിയിരുന്നു. ചേലക്കര PWD റെസ്റ്റ് ഹൌസിന് മുന്നിലെ മരം കടപുഴകി വീണു. ഇതേ തുടർന്ന് റെസ്റ്റ് ഹൌസിലേക്കും ചേലക്കര വെറ്ററിനറി ആശുപത്രിയിലേക്കുമുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. വടക്കാഞ്ചേരി ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് മുതൽ കുന്നംകുളം വരെയുള്ള ഭാഗത്തെ കുഴികൾ അപകടങ്ങൾക്ക് വഴിവെക്കുന്നു. റോഡിലെ കുഴികളിൽ വാഹനങ്ങൾ ചാടി അപകടമുണ്ടാകുന്നത് നിത്യസംഭവമായി. വലിയ കുഴി കാണുമ്പോൾ വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ഇടുന്നതോടെ പിന്നിലെ വാഹനം ഇടിക്കുന്നതും പതിവാണ്. കഴിഞ്ഞ ദിവസം കുഴിയിൽ ചാടി നിയന്ത്രണം വിട്ട ബൈക്ക് കാറിലിടിച്ച് കൊങ്ങണ്ണൂർ സ്വദേശിയായ ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്കേറ്റിരുന്നു. കൂടാതെ സ്കൂട്ടറും ലോറിയും കൂട്ടിയിടിച്ച് യുവാവ് മരിക്കുകയും ശനിയാഴ്ച ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടാവുകയും ചെയ്തിരുന്നു. പാറേമ്പാടം മുതൽ അക്കിക്കാവ് വരെയുള്ള റോഡ് നവീകരണത്തിന്റെ ഭാഗമായി 4 കലുങ്കുകൾ നിർമ്മിച്ചിരുന്നു. എന്നാൽ റോഡ് നിരപ്പിലും 2 അടിയോളം ഉയർത്തി നിർമ്മിച്ച കലുങ്ക് വാഹനയാത്രക്കാർക്ക് തിരിച്ചടിയായി. റോഡരികിലെ കാന നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതും പൂർത്തിയാക്കാനായിട്ടില്ല. റോഡിലെ വലിയ കുഴികളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് ഇരുചക്ര വാഹന യാത്രക്കാരെ അപകടത്തിൽപ്പെടുത്തുന്നുണ്ട്. ആഴമറിയാതെ കുഴിയിൽ ചാടുന്ന ഇരുചക്ര വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് മറിയുന്നതും പതിവാണ്. റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് പല സമരങ്ങളും നടന്നെങ്കിലും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. TCV കുന്നംകുളം. കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയിൽ കുഴിയടയ്ക്കുവാനുള്ള കരാറുകാരന്റെ ശ്രമം നാട്ടുകാർ തടഞ്ഞു. പുല്ലൂറ്റ് പ്രദേശത്ത് ക്വാറി വേസ്റ്റ് കൊണ്ട് കുഴിയടയ്ക്കുവാനുള്ള കരാറുകാരന്റെ ശ്രമമാണ് നാട്ടുകാർ തടഞ്ഞത്. ആഴ്ചയിലൊരിക്കൽ എന്ന പോലെ റോഡിലെ കുഴികളിൽ മണ്ണിട്ട് നാട്ടുകാരെ കബളിപ്പിക്കുന്നതിനുള്ള പ്രതിഷേധ സൂചകമായാണ് നാട്ടുകാർ കുഴിയടയ്ക്കൽ തടഞ്ഞത്. നമ്മുടെ തൃശ്ശൂർ കൊടുങ്ങല്ലൂര് കുണ്ടും കുഴി നിറഞ്ഞ റോഡ് മെയിൻ്റനൻസ് നടത്തുന്ന സീനമാണ്. ക്വാറി വേസ്റ്റ് പോലത്തെ ഒരു സാധനം കൊണ്ടുവന്നിട്ട് ഒരു വെയിറ്റ് പോലും ഇല്ലാത്ത ഇടിയൻ വെച്ചിട്ടാണ് ഈ സംസ്ഥാന പാതയുടെ മെയിൻ്റനൻസ് നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ചെയ്താണ്, അത് പോയി. അന്ന് രാത്രി തന്നെ പോകും. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ഇത് നിർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ എന്ത് കേസ് വന്നാലും നമുക്കൊരു പ്രശ്നമില്ല. അപ്പോൾ ഇതുപോലത്തെ മെയിൻ്റനൻസ് എന്താ പറയുക, കണ്ണിൽ പൊടിയിടുന്ന കുറച്ച് വേസ്റ്റ് മണ്ണ് കൊണ്ടുവന്നിട്ട് കുഴിയിലിട്ടിട്ട് ആളുകളെ വിഡ്ഢികളാക്കുന്ന ആരും വിചാരിക്കേണ്ട തടഞ്ഞിരിക്കും. ചിറ്റിലപ്പള്ളി കരിക്ക കോൾപ്പാടത്ത് വെള്ളക്കെട്ടിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചിറ്റിലപ്പള്ളി സ്വദേശി വൈലിക്കുന്നത്ത് വീട്ടിൽ ബാലന്റെ മകൻ 26 വയസ്സുള്ള ഹരികൃഷ്ണനാണ് മരിച്ചത്. ശനിയാഴ്ച സുഹൃത്തിനോടൊപ്പം മീൻ പിടിക്കാൻ പോയതായിരുന്നു ഹരികൃഷ്ണൻ. ഏതാനും മണിക്കൂറിന് ശേഷം സുഹൃത്ത് തിരികെ പോന്നിരുന്നു. അല്പസമയത്തിന് ശേഷം തിരിച്ചു ചെന്നപ്പോൾ ഹരികൃഷ്ണനെ കണ്ടിരുന്നില്ല. ഹരികൃഷ്ണൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടാകാം എന്ന് കരുതി സുഹൃത്ത് മടങ്ങുകയായിരുന്നു. ഞായറാഴ്ച രാവിലെ പാടത്ത് വെള്ളക്കെട്ടിൽ ഹരികൃഷ്ണന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. പേരാമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു.
കുന്നത്തങ്ങാടി കിഴക്കേ പരക്കാട് പാടത്തെ വെള്ളക്കെട്ടിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോലാട്ട് കൊച്ചുണ്ണി മകൻ 70 വയസ്സുള്ള പ്രഭാകരനാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ടാണ് മൃതദേഹം കണ്ടെത്തിയത്. അന്തിക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൃക്കൂർ കല്ലൂർ കോട്ടായിൽ മധ്യവയസ്കനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കല്ലൂർ ഏറാട്ടുപറമ്പിൽ ലോനപ്പൻ മകൻ 55 വയസ്സുള്ള കൊച്ചുപോളാണ് മരിച്ചത്. കുളത്തിനോട് ചേർന്നുള്ള മോട്ടോർ പമ്പ് ഹൌസിലാണ് ഇയാൾ താമസിച്ചിരുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സാണ് മൃതദേഹം പുറത്തെടുത്തത്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചാവക്കാട് നഗരസഭ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട PMAY ലൈഫ് ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം നഷ്ടപ്പെടില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു. നഗരസഭയുടെ മാസ്റ്റർ പ്ലാൻ പ്രകാരം ഫ്ലോറികൾച്ചർ എന്ന് രേഖപ്പെടുത്തിയ പ്രദേശമാണെന്ന കാരണത്താൽ ഭവന നിർമ്മാണ അനുമതി ലഭിക്കാത്തതിന്റെ പേരിൽ കൌൺസിലർക്ക് ആനുകൂല്യം നഷ്ടപ്പെടുമെന്ന പ്രതിപക്ഷ ആരോപണം തികച്ചും വാസ്തവ വിരുദ്ധമാണെന്ന് ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു. നഗരസഭയുടെ നിലവിലെ മാസ്റ്റർ പ്ലാനിൽ ഫ്ലോറികൾച്ചർ എന്ന് കണ്ടെത്തിയ പ്രദേശം നീക്കം ചെയ്ത് മാസ്റ്റർ പ്ലാൻ ഭേദഗതി ചെയ്യുന്നതിന് പ്രതിപക്ഷ കൌൺസിലർ KV സത്താർ ഉൾപ്പെടുന്ന സ്പെഷ്യൽ കമ്മിറ്റി രൂപീകരിക്കുകയും കമ്മിറ്റിയുടെ തീരുമാനം അംഗീകാരത്തിനായി ചീഫ് ടൌൺ പ്ലാനർ മുഖേന സർക്കാരിലേക്ക് അയച്ചുകൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഭേദഗതി അംഗീകരിച്ച് കിട്ടുന്ന മുറയ്ക്ക് കൌൺസിലർ ഉൾപ്പെടെയുള്ളവർക്ക് ഭവന നിർമ്മാണാനുമതി നൽകുകയും ആനുകൂല്യം ലഭ്യമാക്കുകയും ചെയ്യുമെന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കി. മാസ്റ്റർ പ്ലാൻ ഏറ്റവും കുറ്റമറ്റതാക്കുക എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചാവക്കാട് നഗരസഭയിൽ സ്പെഷ്യൽ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ഈ സ്പെഷ്യൽ കമ്മിറ്റിയിൽ 2 കൗൺസിലേഴ്സും അതുപോലെ തന്നെ ചെയർപേഴ്സണും ടൗൺ പ്ലാനറും എല്ലാം അടങ്ങുന്ന ആ കമ്മിറ്റി കൃത്യമായും ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് ഫ്ലോറികൾച്ചർ എന്ന രേഖപ്പെടുത്തിയ പ്രദേശം അതിൽ നിന്നും ഒഴിവാക്കുന്നതിന് തീരുമാനമെടുക്കുകയും അത് അംഗീകാരത്തിനായി ഗവൺമെൻറ്റിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചീഫ് ടൗൺ പ്ലാനർ മുഖേന ഇത് നമ്മൾ കമ്മിറ്റിയുടെ തീരുമാനം എടുത്ത് കൗൺസിലിൻ്റെ കൂടി അംഗീകാരത്തോടു കൂടി ബഹുമാനപ്പെട്ട സർക്കാരിലേക്ക് അയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ലഭ്യമാകുന്ന മുറയ്ക്ക് വളരെ അടിയന്തിരമായി തന്നെ അവർക്ക് ഭവന നിർമ്മാണത്തിനുള്ള അനുമതി നൽകുകയും PMAY ലൈഫ് ധനസഹായം നൽകുകയും ചെയ്യും. വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജു ഇസ്മായിലിനെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിച്ചു. വടക്കാഞ്ചേരി മണ്ഡലത്തിലെ ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാർ, DCC ഭാരവാഹികൾ, നിയോജകമണ്ഡലം ചുമതലയുള്ള PA മാധവൻ, ഡോക്ടർ നിജി ജസ്റ്റിൻ എന്നിവരുടെ യോഗം DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP വിളിച്ചു ചേർത്തിരുന്നു. ഈ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. ഇതോടെ മണ്ഡലത്തിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് അറുതിയായി. ബ്ലോക്ക് മണ്ഡലം ഓഫീസുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുവാനും ധാരണയായി. വടക്കാഞ്ചേരി നഗരസഭയിലെ ദുർഭരണത്തിനെതിരെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുവാനും യോഗത്തിൽ തീരുമാനമായതായി DCC ജനറൽ സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ അറിയിച്ചു. പന്നിത്തട മെയ്യാലിൽ യുവാവിനെ സംഘം ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലെ 5 പ്രതികളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. എയ്യാൽ പാലയ്ക്കപ്പറമ്പിൽ സജിയാണ് ആക്രമണത്തിനിരയായത്. പോർക്കുളം അഞ്ചങ്ങാടി സ്വദേശി അരിയാരത്ത് വീട്ടിൽ സുരേഷ്, തിരുത്തിക്കാട് സ്വദേശികളായ നെന്മണിക്കര വീട്ടിൽ ശ്രീജിത്ത്, മനാട്ടുകുളം വീട്ടിൽ ജിഷ്ണു, മേനത്ത് വീട്ടിൽ സുമൈർ, കുന്നുകുളം ആനക്കൽ സ്വദേശി വെള്ളപ്പറമ്പിൽ വീട്ടിൽ ശ്രീപ്രകാശ് എന്നിവരെയാണ് ഇൻസ്പെക്ടർ CV ലൈജുമോന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജനുവരി 12-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കേസിലെ 1-ാം പ്രതിയായ സുരേഷിന് സജിയുടെ സഹോദരൻ പണം നൽകാനുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. SI-മാരായ മഹേഷ്, അബ്ദുൽ ജബ്ബാർ, CPM-മാരായ ആശിഷ്, ഷിഹാബുദ്ദീൻ, നിബു, റിജിൻദാസ്, സഗുൺ, അഭിലാഷ്, അജി പനക്കൽ തുടങ്ങിയവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. മരോട്ടിച്ചാൽ വഴിനടച്ചിറ പാലത്തിന് സമീപം കുഴിയിൽ ചാടി സ്വകാര്യ ബസിന്റെ ചില്ല് തകർന്നു. ചില്ല് വീണ് ഡ്രൈവറുടെ കൈക്ക് പരിക്കേറ്റു. മാന്നാമംഗലം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റ് ജോർജ് ബസിന്റെ മുൻവശത്തെ ചില്ലാണ് തകർന്നു വീണത്. മരോട്ടിച്ചാലിൽ നിന്നും തൃശൂരിലേക്ക് പോകും വഴിയാണ് സംഭവം. ചില്ല് പൊട്ടി വീണ് ഡ്രൈവർ ഓലപ്പുരയിൽ സിജിയുടെ കൈക്ക് പരിക്കേറ്റു. ഞായറാഴ്ചയായതിനാൽ ബസ്സിൽ യാത്രക്കാർ കുറവായിരുന്നു. മാസങ്ങളായി കുണ്ടും കുഴിയും നിറഞ്ഞുകിടക്കുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ TCV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. മുനയ്ക്കക്കടവ് അഴിമുഖത്തെ പുലിമുട്ടിലേക്ക് വിനോദസഞ്ചാരികൾക്കും ചൂണ്ടയിടാൻ വരുന്നവർക്കും കർശന വിലക്കേർപ്പെടുത്തി ചാവക്കാട് പോലീസ്. കടപ്പുറം പഞ്ചായത്തിലെ മുനയ്ക്കക്കടവ് അഴിമുഖം പുലിമുട്ടിന് ബലക്ഷയം സംഭവിക്കുകയും കടലേറ്റത്തിൽ തിരമാലകൾ അടിച്ചുകയറുന്നത് അപകടമുണ്ടാക്കുന്നതുമായി വാർഡ് മെമ്പർ സമീറ ഷെരീഫ് പറഞ്ഞു. ചാവക്കാട് പോലീസും മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസും പുലിമുട്ടിലെ അപകട മേഖല സന്ദർശിച്ചു. തുടർന്ന് പുലിമുട്ടിലേക്കുള്ള സന്ദർശകരെ തടയുന്നതിന് അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാൻ കടപ്പുറം പഞ്ചായത്ത് സെക്രട്ടറി PY സാജിദ, വാർഡ് മെമ്പർ എന്നിവർക്ക് മുനയ്ക്കക്കടവ് കോസ്റ്റൽ SI V ലോഹിരാജ് നിർദ്ദേശം നൽകി. മുന്നറിയിപ്പ് ബോർഡ് വെച്ചതിനു ശേഷം പുലിമുട്ടിലേക്ക് പ്രവേശിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് ചാവക്കാട് CI BV വിമൽ അറിയിച്ചു.
അക്കിക്കാവ് സെന്ററിൽ ലോഡുമായി പോയിരുന്ന ലോറിയിൽ നിന്നും മെറ്റൽ വീണത് അപകടത്തിന് വഴിവെച്ചു. ലോറിക്കാരുടെ അനാസ്ഥ മൂലം മെറ്റലിൽ നിന്ന് നിരങ്ങി വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. മെറ്റൽ റോഡിൽ വീണിട്ടും ലോറി നിർത്താതെ പോയി. അപകടമുണ്ടായതോടെ അക്കിക്കാവ് സെന്ററിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് റോഡിൽ വീണ മെറ്റൽ നീക്കം ചെയ്തത്. പൈങ്കുളം മുന്നത്തൂർ മഹാവിഷ്ണു ദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും മോഷണം പോയതെന്ന് കരുതുന്ന പണം സമീപത്തെ പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. നാണയത്തുട്ടുകൾ ഉൾപ്പെടെ അടങ്ങിയ സഞ്ചിയാണ് കണ്ടെത്തിയത്. പറമ്പിന്റെ ഉടമസ്ഥൻ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട സഞ്ചി തുറന്നു നോക്കിയപ്പോഴാണ് പണം കണ്ടത്. തുടർന്ന് ക്ഷേത്ര ഭാരവാഹികളെയും ചെറുതുരുത്തി പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. പോലീസും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയിലാണ് ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് മോഷണം നടന്നത്. അവണിശ്ശേരി ഫെസ്റ്റിൽ അഖില കേരള നാടകോത്സവത്തിൽ അരങ്ങിലെത്തിക്കുന്ന അസുരതാളം നാടകത്തിന്റെ പരിശീലന കളരി ആരംഭിച്ചു. അവണിശ്ശേരി സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ആരംഭിച്ച നാടകക്കളരിയുടെ ഉദ്ഘാടനം അവണിശ്ശേരി ഫെസ്റ്റ് പ്രസിഡന്റ് വേണുഗോപാൽ നിർവഹിച്ചു. സജീവ് തണ്ടാശ്ശേരി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ കലാകാരന്മാർ അഭിനയിക്കുന്ന അസുരതാളം നാടകം രചിച്ചിട്ടുള്ളത് ശൈലേഷ് കുമാറും സംവിധാനം സജീവ് തണ്ടാശ്ശേരിയുമാണ് നിർവഹിക്കുന്നത്. ഡിസംബർ 31 തീയതിയാണ് അസുരതാളം നാടകം അരങ്ങിലെത്തിക്കുക. അവണിശ്ശേരി ഫെസ്റ്റിൽ അഖില കേരള നാടകോത്സവത്തിനോടനുബന്ധിച്ച് ഡിസംബർ 22 മുതൽ 30 വരെ രാത്രി 9 മണിക്ക് നാടക മത്സരത്തിൽ വിജയിച്ച നാടകങ്ങളാണ് അവതരിപ്പിക്കുക. നെല്ലുവായ് ശ്രീ ധന്വന്തരി ആയുർവേദ റിസർച്ച് സെന്ററിനെ ആയുർവേദ ടൂറിസവുമായി ബന്ധപ്പെടുത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും കിടത്തി ചികിത്സയ്ക്ക് അടക്കമുള്ള സംവിധാനം ഒരുക്കുന്നതിന്റെ ഭാഗവുമായി പുതിയ കെട്ടിടം നിർമ്മിക്കുവാനും വികസന സമിതി യോഗം തീരുമാനിച്ചു. നിലവിൽ ധന്വന്തരി ക്ഷേത്രം കേരള ടൂറിസം മാപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഭക്തർ എത്തുന്നുണ്ട്. ആയുർവേദ ചികിത്സയുമായി അഭേദ്യ ബന്ധം ക്ഷേത്രത്തിനുള്ളതിനാൽ ആയുർവേദ രംഗത്തെ പ്രമുഖരടക്കം ഒട്ടേറെ പേർ ദിവസവും എത്തുന്നുണ്ട്. താമസിച്ച് ദർശനം നടത്തുന്നതിനുള്ള പോരായ്മ ഉടൻ പരിഹരിക്കുമെന്നും വികസന സമിതി ഭാരവാഹികൾ അറിയിച്ചു. വികസന സമിതി യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ അധ്യക്ഷനായി. ചെയർമാനായി PC അബാൽമണി, സെക്രട്ടറിയായി TK ശിവൻ, ട്രഷററായി NB ബിജു എന്നിവരെ തിരഞ്ഞെടുത്തു. മുസ്ലിസ് പട്ടണം ചുറ്റിക്കാണാൻ പാസ്പോർട്ട് റെഡി. പക്ഷേ യാത്ര പോകാൻ ബോട്ടില്ല. പദ്ധതിയുടെ ഭാഗമായുള്ള ബോട്ട് സർവീസ് നാമമാത്രമായി. മുസ്ലിസ് പദ്ധതിയുടെ ഭാഗമായി പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിക്കാൻ ഏർപ്പെടുത്തിയ ബോട്ട് സർവീസ് നാമമാത്രമായി മാറുകയാണ്. തുടക്കത്തിൽ 16 ബോട്ടുകളുമായി ആരംഭിച്ച ജലയാത്ര ഇപ്പോൾ 2 ബോട്ടുകളിൽ ഒതുങ്ങിയ സ്ഥിതിയാണ്. കോട്ടപ്പുറം ആംഫി തിയേറ്ററിൽ നിന്നും ആരംഭിച്ച് പൈതൃക പദ്ധതി പ്രദേശങ്ങൾ ചുറ്റിക്കറങ്ങി തിരിച്ചെത്തുന്നതും അഴീക്കോട് അഴിമുഖം വരെയുള്ള ബോട്ട് സവാരിയുമാണ് നടന്നു വന്നിരുന്നത്. നൂറുകണക്കിന് ആളുകളാണ് പ്രതിദിനം ബോട്ട് യാത്രയ്ക്കായി എത്താറുള്ളത്. ഇപ്പോഴും ജലയാത്ര പ്രതീക്ഷിച്ച് ആഭ്യന്തര വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ടെങ്കിലും പലപ്പോഴും യാത്ര നടക്കാതെ മടങ്ങുകയാണ് പതിവ്. മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി ഏറ്റവും ആകർഷണീയമായ ഒരു ഘടകമാണ് നമ്മുടെ ബോട്ട് യാത്ര. വളരെയേറെ കുട്ടികൾ ഒഴിച്ചുകൊണ്ട് നമ്മൾ ആരംഭിച്ചൊരു പദ്ധതിയാണ്. ഓരോരോ ബോട്ടുകൾ കട്ടപ്പുറത്ത് കയറി ഇന്ന് 14 ബോട്ടും കട്ടപ്പുറത്താണ്. ഇവിടെ കിടക്കുന്ന ഈ 2 ബോട്ടുകൾ മാത്രമേ ഉള്ളൂ. ടൂറിസ്റ്റുകൾ ഇവിടേക്ക് വരുന്നവർ വിളിച്ചു ചോദിക്കുമ്പോൾ ഇവിടെ ബോട്ടില്ല. പൈതൃക പ്രദേശങ്ങൾ സന്ദർശിക്കാനുള്ള ദൂരം കുറഞ്ഞ യാത്ര എന്നതും ജലവാഹനങ്ങളുടെ ആകർഷണീയതയാണ്. എറണാകുളം ജില്ലയിൽ ഉൾപ്പെടെയുള്ള പദ്ധതി പ്രദേശങ്ങൾ കാണാൻ കരമാർഗം യാത്ര ചെയ്യുക എന്നത് സമയനഷ്ടം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ജലയാത്രയാണ് വിനോദസഞ്ചാരികൾ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ ബോട്ടുകളുടെ എണ്ണം കുറഞ്ഞതോടെ പൈതൃക പദ്ധതിയുടെ അഴകിന് മങ്ങലേൽക്കുകയാണ്. മുസ്ലിസ് പൈതൃക പദ്ധതി പ്രദേശങ്ങൾ ചുറ്റിക്കാണാൻ മുസ്ലിസ് പാസ്പോർട്ട് എന്ന പേരിൽ പുതിയ സംവിധാനം ഈയിടെയാണ് ഏർപ്പെടുത്തിയത്. പാസ്പോർട്ട് കയ്യിലുണ്ടായിട്ട് എന്ത് കാര്യം? യാത്ര പോകാൻ ബോട്ട് വേണ്ടേ? TCV കൊടുങ്ങല്ലൂർ. വെള്ളിക്കുളങ്ങര വനമേഖലയിലുള്ള ശാസ്താംപൂവം ആദിവാസി ഉന്നതിയിൽ പുലിശല്യം വർദ്ധിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ഇവിടെ 2 പോത്തുകുട്ടികളെ പുലി കൊന്നുതിന്നു. ഏതാനും വളർത്തുനായ്ക്കളും പുലിക്കിരയായിട്ടുണ്ട്. ശാസ്താംപൂവത്ത് ആദിവാസി വീടുകൾക്കരികിലാണ് പുലിയുടെ ആക്രമണത്തിൽ ചത്ത പോത്തുകുട്ടികളുടെ ജഡങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. ഇവിടെയുള്ള അങ്കണവാടിക്ക് ഏതാനും മീറ്റർ അകലെയുള്ള വീടിന് സമീപത്തേക്ക് ദിവസങ്ങൾക്ക് മുൻപ് പുലി നായയെ പിന്തുടർന്നെത്തിയത് ആദിവാസി കുടുംബങ്ങളെ ഭീതിയിലാക്കിയിരുന്നു. ശാസ്താംപൂവം വനത്തിനുള്ളിൽ വളർത്തുനായ്ക്കളുടെ നിരവധി അസ്ഥികൂടങ്ങൾ കണ്ടതായും പറയുന്നുണ്ട്. കനത്ത മഴയെ തുടർന്ന് തോട്ടിലൂടെ ഒഴുകിവന്ന ആഫ്രിക്കൻ പായൽ കർഷകർക്ക് തലവേദനയായി. മറ്റത്തൂർ കുഴിക്കാണി പാടശേഖരത്താണ് വൻതോതിൽ ആഫ്രിക്കൻ പായൽ അടിഞ്ഞുകൂടിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ പലയിടങ്ങളിലായി അടിഞ്ഞുകൂടി കിടന്ന പായലുകൾ കുഴിക്കാണി തോട്ടിലൂടെ പാടത്തേക്ക് ഒഴുകിയെത്തുകയായിരുന്നു.
UDFന്റെ നേതൃത്വത്തിലുള്ള സഹകരണ ബാങ്ക് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത പാവറട്ടി സഹകരണ ബാങ്കിനെ മറ്റൊരു കരുവന്നൂരാക്കി മാറ്റുമെന്നും ബാങ്കിനെ രക്ഷിക്കാൻ BJP സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പാവറട്ടി സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് BJPയുടെ നേതൃത്വത്തിൽ നടത്തിയ ജനസമ്പർക്ക സദസ്സിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ. ജസ്റ്റിൻ ജേക്കബ്, സുജയ് സേനൻ, പ്രമോദ് ആനേടത്തിൽ, സുജിത് പണ്ടാരിക്കൽ, പ്രവീൺ പറങ്ങനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. 85 കോടി രൂപ കിട്ടാക്കടത്തിലാണ് ഈ സർവീസ് സഹകരണ ബാങ്ക് ഇന്ന് എത്തി നിൽക്കുന്നത്. 10 കോടിയുടെ കടബാധ്യത വേറെയും നിൽക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഭരണസമിതിക്കകത്തിരിക്കുന്ന പല ആളുകളും അവരുടെ ഇഷ്ടക്കാരുടെയും ഒക്കെ വിവിധങ്ങളായിട്ടുള്ള നാഷണലൈസ്ഡ് ബാങ്കിലുണ്ടായിരുന്ന 60 ലക്ഷത്തോളം വരുന്ന ലോണുകൾ അത് സഹകരണ സംഘത്തിലേക്ക് മാറ്റുക എന്നുള്ള പ്രവണത പോലും ഈ സർവീസ് സഹകരണ ബാങ്കിനകത്ത് നടത്തി എന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ തൃശ്ശൂരിലെ മറ്റൊരു തീവട്ടിക്കൊള്ളയാണ്. കരുവന്നൂർ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാവപ്പെട്ട മനുഷ്യരൊഴുക്കിയ കണ്ണുനീരിന് കണക്കില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പാവർട്ടി സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകരുത് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. കരിങ്കൽ ക്വാറികളുടെ പ്രവർത്തനവും പുഴകളിലെ മണൽവാരലും പുനരാരംഭിക്കണമെന്ന് ലോഡിംഗ്, അൺലോഡിംഗ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ AITUC പുതുക്കാട് മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു. ആമ്പലൂരിൽ നടന്ന സമ്മേളനം AITUC ജില്ലാ പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. KP ബേബി അധ്യക്ഷത വഹിച്ചു. NK സുബ്രൻ, PU സുജിത്, IK രാജീവൻ, PM നിക്സൺ തുടങ്ങിയവർ സംസാരിച്ചു. നവതിയുടെ നിറവിലെത്തിയ ഗുരുവായൂർ സ്നേഹസ്പർശം പ്രസിഡന്റ് RV അലിക്ക് പൌരാവലിയുടെ ആദരം. ടൗൺഹാളിൽ നടന്ന സമാദരണ സദസ്സ് സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. RV അലി രചിച്ച ഗുരുവായൂർ ഇന്നലെ ഇന്ന് എന്ന പുസ്തകം NK അക്ബർ MLA പ്രകാശനം ചെയ്തു. കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഏറ്റുവാങ്ങി. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ റിട്ടയർഡ് ക്രൈംബ്രാഞ്ച് SP RK ജയരാജ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മണലൂർ ഗോപിനാഥിന്റെ ഓട്ടംതുള്ളലും സ്നേഹസ്പർശം അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കൈപ്പിള്ളി സൂര്യ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് അജിത് പുതിയടത്ത് അധ്യക്ഷത വഹിച്ചു. സിനിമ കാരിക്കേച്ചർ ആർട്ടിസ്റ്റ് ജയരാജ് വാര്യർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മികച്ച അങ്കണവാടി വർക്കർക്കുള്ള പുരസ്കാരം നേടിയ ദീപ മുകുന്ദൻ, ദേശീയ ജൂനിയർ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ KS അതുൽ കൃഷ്ണ, SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെയാണ് പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചത്. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭ പൊതുജന പങ്കാളിത്തത്തോടുകൂടി ബ്ലാങ്ങാട് ബീച്ചിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്തിന്റെ നിർദ്ദേശത്തിന്റെ ഭാഗമായി വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെയാണ് ബ്ലാങ്ങാട് ബീച്ചിൽ ശുചീകരണം സംഘടിപ്പിച്ചത്. NK അക്ബർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ബുഷ്റ ലത്തീഫ്, നഗരസഭ വൈസ് ചെയർമാൻ KK മുബാറക് തുടങ്ങിയവർ സംസാരിച്ചു. SNDP യോഗം അവണിശ്ശേരി ശാഖയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. SNDP പെരിങ്ങോട്ടുകര യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് KC സതീന്ദ്രൻ ചികിത്സാ സഹായ വിതരണം ഉദ്ഘാടനം ചെയ്തു. SNDP അവണിശ്ശേരി ശാഖ പ്രസിഡന്റ് MK കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. SNDP യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ സുഭാഷ് തേങ്ങാമുച്ചി മുതിർന്ന ശാഖാ അംഗങ്ങളെ ആദരിച്ചു. യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി ഷിനി ശൈലജൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ശാന്ത കരുണാകരൻ ശാഖാ സെക്രട്ടറി ബാബുരാജ് പോട്ടയിൽ, ബിജു മണപ്പെട്ടി, MS വിജയൻ എന്നിവർ സംസാരിച്ചു. കൊടകര മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ രമ്യ, ജയശ്രീ, പ്രിൻസ് ജോൺ, P രാധാകൃഷ്ണൻ, KK വെങ്കടാചലം, KV രാമജയൻ, അനിൽ വടക്കേടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃക്കൂർ പഞ്ചായത്തിലെ 14-ാം വാർഡിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കർക്കിടക കഞ്ഞി വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് അംഗം സലീഷ് ചെമ്പാറ അധ്യക്ഷത വഹിച്ചു. CDS മെമ്പർമാരായ ബിജിത വേണു, സരിത മനോജ്, ബിന്ദു സന്തോഷ്, ഗീത ബാബു, ഉഷ ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി.
CITU കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അറിവുത്സവം സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി CITU ജില്ലാ പ്രസിഡന്റ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് AB ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PK ശിവരാമൻ, ഏരിയ ആക്ടിംഗ് സെക്രട്ടറി PC ഉമേഷ്, MK മോഹനൻ, ഷീജ വത്സൻ തുടങ്ങിയവർ സംസാരിച്ചു. കോടാലി കുരേച്ചാൽ കിരാത പാർവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രം ഭഗ്നിമണ്ഡലിന്റെ നേതൃത്വത്തിൽ ആധ്യാത്മിക പ്രഭാഷണം സംഘടിപ്പിച്ചു. കൊളത്തൂർ പുരുഷോത്തമൻ പ്രഭാഷണം നടത്തി. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് കൊച്ചുണ്ണി കർത്ത അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, കമ്മിറ്റി അംഗം KN ജയപ്രകാശ്, ഭഗ്നിമണ്ഡൽ സെക്രട്ടറി ഷീല രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മജ്ജയിൽ അർബുദം ബാധിച്ച വീട്ടമ്മ ചികിത്സാ സഹായം തേടുന്നു. മറ്റത്തൂർ മോനൊടി നീരാട്ടുകുഴി ഒല്ലൂക്കാരൻ ബാലന്റെ ഭാര്യ 65 വയസ്സുള്ള ചന്ദ്രികയാണ് ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നത്. മൈലോ ഫൈബ്രോസിസ് എന്ന രോഗാവസ്ഥ നേരിടുന്ന ഇവർക്ക് ജെക്കാവി എന്ന വില കൂടിയ മരുന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. പ്രതിമാസം 2 ലക്ഷത്തിൽ താഴെ മരുന്നിന് ചെലവ് വരും. സാമ്പത്തികമായി ഏറെ ക്ലേശം അനുഭവിക്കുന്ന ഇവർ മരുന്നിനുള്ള തുക കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ്. രോഗബാധിതനായ ഇവരുടെ ഭർത്താവ് ബാലൻ വർഷങ്ങളായി കിടപ്പിലാണ്. ഉലുക്കൂരാൻ ബാലൻ ഭാര്യ ചന്ദ്രിക മജ്ജയിൽ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാണ്. മജ്ജ മാറ്റിവെക്കൽ പ്രായോഗികമല്ല എന്ന് ഡോക്ടർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് ദിവസേന വളരെ വില കൂടിയ മരുന്നുകളാണ് അവരുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഭർത്താവ് ഒരു കിടപ്പ് രോഗിയാണ്. ഇവരുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ചികിത്സാ ധനസഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട്. ഈ ചികിത്സാ നിധിയിലേക്ക് തങ്ങളാൽ കഴിയുന്ന വിധം സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ചന്ദ്രികയുടെ ചികിത്സയ്ക്കാവശ്യമായ തുക സമാഹരിക്കാൻ ലക്ഷ്യമിട്ട് മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് ചെയർമാനും 12ാം വാർഡംഗം സുമിത ഗിരി കൺവീനറും 14ാം വാർഡംഗം KS സൂരജ് ഖജാൻജിയുമായി ചികിത്സാ സഹായനിധി രൂപവൽക്കരിച്ചിട്ടുണ്ട്. സുമനസ്സുകൾ കേരള ഗ്രാമീൺ ബാങ്കിന്റെ മറ്റത്തൂർ ശാഖയിലെ 403781115345 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കേണ്ടതാണ്. TCV ന്യൂസ് കൊടകര. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പാഞ്ഞാൽ ഡിവിഷനിലെ SSLC പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. വായനശാല പ്രസിഡന്റ് വിജയാനന്ദ്, വായനശാല സെക്രട്ടറി NS ജെയിംസ്, എക്സിക്യൂട്ടീവ് അംഗം സെൽവകുമാർ എന്നിവർ പങ്കെടുത്തു. ജില്ലയിൽ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് സൈബർ കുറ്റങ്ങൾക്കെതിരെ സ്കൂൾ കോളേജ് തലത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുമെന്നും അതിനായി പോലീസ് സേവനങ്ങൾ ലഭ്യമാക്കുമെന്നും റൂറൽ SP ഡോക്ടർ നവനീത് ശർമ്മ അറിയിച്ചു. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി അധ്യക്ഷനായിരുന്നു. ഉന്നത മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. വൈസ് പ്രസിഡന്റ് പ്രദീപ് വലിയങ്ങോട്ട്, AS ഉണ്ണികൃഷ്ണൻ, ഷാജി കള്ളിയത്ത്, അബ്ദുൾ മജീദ് മുത്തുള്ളിയാൽ, KK രാമൻ, PJ എഡിസൺ എന്നിവർ സംസാരിച്ചു. തിരുവല്ലാമലയിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗ പ്രദർശനം K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. തിരുവല്ലാമല കൃഷിഭവനും IFAFCOയും സംയുക്തമായാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗ പ്രദർശനവും പരിശീലന ക്ലാസും സംഘടിപ്പിച്ചത്. തിരുവല്ലാമല അപ്പേക്കാട് പാടശേഖരത്തിലെ 10 ഏക്കർ കൃഷിസ്ഥലത്താണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം നടത്തിയത്. തിരുവല്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ശ്രീജയൻ, തിരുവല്ലാമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ഉദയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6750 രൂപ, പവന് 54,000 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3628 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. പുതുക്കാട്, ചെങ്ങാലൂർ, കുണ്ടുകട, വാറ്റപ്പള്ളി പ്രദേശങ്ങളിലുണ്ടായ മിന്നൽ ചൂലയിൽ വ്യാപക നാശനഷ്ടം. വീടുകളുടെ മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. ഓട് വീണ് വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ പെരുമ്പലാവ് മുതൽ കുന്നംകുളം വരെയുള്ള ഭാഗത്തെ റോഡിലെ കുഴികൾ അപകടങ്ങൾക്കിടയാക്കുന്നു.
കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാനപാതയിൽ കുഴിയടയ്ക്കുവാനുള്ള കരാറുകാരന്റെ ശ്രമം നാട്ടുകാർ തടഞ്ഞു. ചിറ്റിലപ്പള്ളി കരിക്കാക്കോൾ പടത്ത് വെള്ളക്കെട്ടിൽ യുവാവിനെയും കുന്നത്തങ്ങാടി കിഴക്കേ പരക്കാട് ദേശത്തെ വെള്ളക്കെട്ടിൽ വയോധികനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. തൃക്കൂർ കല്ലൂർ കോട്ടായിൽ മധ്യവയസ്കനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചാവക്കാട് നഗരസഭ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട PMAY ലൈഫ് ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം നഷ്ടപ്പെടില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രസാദ്. പ്രതിപക്ഷത്തിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ചെയർപേഴ്സൺ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.